നമുക്ക് നല്ലൊരു കൂമ്പ് തോരൻ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ചെറിയൊരു കൂമ്പ് നമ്മൾ കഴുകി റെഡിയാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞങ്ങോട്ട് എടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ബാക്കി ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലൊരു കൂമ്പ് തോരൻ റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം. അങ്ങനെ കൂമ്പൊക്കെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പും വെളിച്ചെണ്ണയും കൂടെ പുരട്ടി കൊണ്ട് വെക്കണം. പുരട്ടി കൊണ്ട് വെച്ച് കഴിയുമ്പം കയ്പും അതിന്റെ കറയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറിയാൽ വേണ്ടി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വെളിച്ചെണ്ണ എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊണ്ട് വെക്കണം. ഇളക്കി മിക്സ് ചെയ്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൂമ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങായും അതുപോലെ തന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ജീരകം, ചുമന്നുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഒരു 3 മുളക്, 3-4 ചുമന്നുള്ളി, 2 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരല്പം ജീരകം, അല്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങായും പച്ചമുളകും ഉള്ളിയെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്ത് നമ്മുടെ കൂമ്പ് തോരൻ അങ്ങോട്ട് റെഡിയാക്കി കൊടുക്കാം. കൂമ്പ് തോരൻ റെഡിയാക്കി എടുക്കാനായിട്ട് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഇനി നല്ലപോലെ അങ്ങോട്ട് ചൂടായി വരട്ടെ. അപ്പം ചട്ടിയൊക്കെ നല്ലപോലെ അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എണ്ണ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അല്പം കടുക് അങ്ങോട്ട് പൊട്ടിക്കണം. കടുകും പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കൂമ്പ് ചേർത്ത് അങ്ങോട്ട് കൊടുക്കണം. പിന്നെ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 തണ്ട് കറിവേപ്പില. അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം, ആവി വന്ന് വേകാൻ വേണ്ടി മാത്രമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് കുക്ക് ചെയ്യാം. ഇപ്പോഴത്തേന് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കൂമ്പ് തോരൻ ഇവിടെ റെഡിയാവും. നമ്മുടെ കൂമ്പ് തോരനൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി ഞാൻ കൊടുത്തിരുന്നു. എല്ലാം വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ പാകത്തിന് തന്നെയുണ്ട്. ഒട്ടും കയ്പും കാര്യങ്ങളൊന്നുമില്ല. സെറ്റായിട്ട് നമ്മുടെ വാഴക്കൂമ്പ് തോരൻ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നല്ല കിടിലനായിട്ടുള്ള ഹെൽത്തി വാഴക്കൂമ്പ് തോരൻ ഇവിടെ റെഡിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ഒരു കൂട്ടാൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. ടേസ്റ്റി കഴിക്കുകയും ചെയ്യാം, ആരോഗ്യത്തിന് നല്ലതാണ് നമ്മുടെ കിടിലൻ വാഴക്കൂമ്പ് തോരൻ.